സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് NDA. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി BJP NDA നേതൃയോഗങ്ങൾ ഉടൻ ചേരും. മുന്നണി സംവിധാനങ്ങൾ ശാക്തീകരിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് അമിത്ഷാ. തെരഞ്ഞെടുപ്പ് ആവേശം കൂട്ടാൻ പ്രധാനമന്ത്രിയും അമിത്ഷായും വീണ്ടും കേരളത്തിലേക്കെത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലും 30 പഞ്ചായത്തുകളിലും അധികാരത്തിലേറാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തോടെയാണ് BJP നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത കോർ കമ്മിറ്റി NDA യോഗങ്ങളിൽ കേരളത്തിൽ അധികാരത്തിലെത്താൻ കഴിയുമെന്നായിരുന്നു വിലയിരുത്തൽ. അതിവേഗം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് തീരുമാനം. ഇതിനായി BJP NDA നേതൃയോഗങ്ങൾ ഉടൻ ചേരും. മുന്നണി സംവിധാനങ്ങൾ ശാക്തീകരിക്കാനും അമിത്ഷായുടെ നിർദ്ദേശമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരുത്തു തെളിയിച്ച 40ഓളം മണ്ഡലങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാകും സ്ഥാനാർത്ഥി നിർണയം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നഗരവികസന രേഖ പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി എത്തുന്നതും പ്രഖ്യാപനങ്ങൾ നടത്തുന്നതും കേരളത്തിലാകെ അലിയൊലികൾ സൃഷ്ടിക്കുമെന്ന് BJP കണക്ക് കൂട്ടുന്നു. സന്ദർശന തീയതി ഉടൻ പ്രഖ്യാപിക്കും. മോദി എത്തി മടങ്ങുന്നതിന് പിന്നാലെ ഫെബ്രുവരിയിൽ അമിത്ഷായും വീണ്ടും കേരളത്തിലെത്തും. മോദിയും അമിത്ഷായും തുടർച്ചയായി കേരളത്തിലെത്തുന്നത് പ്രവർത്തകരിലും വോട്ടർമാർക്കുമിടയിലും ആവേശം സൃഷ്ടിക്കുമെന്നതും BJPക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ട്. 2026 മെയ് 23 നിലവിലത്തെ നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പിനും ഫലപ്രഖ്യാപനത്തിനുമെല്ലാമായി 131 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. വികസിത കേരളം, വിശ്വാസ സംരക്ഷണം, മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കേരളത്തിൽ വളർത്തുന്ന അപകടകരമായ രാഷ്ട്രീയം എന്നിവയെല്ലാം ചർച്ചയാക്കുന്നതാകും BJPയുടെ പ്രചാരണ അജണ്ട. ജനം, തിരുവനന്തപുരം.